ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ്, അടിപൊളിയായിട്ടുള്ളൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഷെയർ ആക്കാമെന്ന്. അപ്പോൾ ആ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക, എന്നിട്ട് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ പീസസായിട്ട് കട്ടാക്കിയിട്ട് നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ചിട്ട് ചതച്ചതിൽ നിന്നും 1 ടീസ്പൂണാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഈ മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദയാണ്. മൈദ ചേർത്ത് കൊടുത്ത ശേഷം അതേ സെയിം സ്പൂണിൽ തന്നെ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതൊരു 1/2 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതനുസരിച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് അളവിൽ വ്യത്യാസപ്പെടുത്തി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം സോയാ സോസാണ്. ഞാനിപ്പോൾ സോയാ സോസ് എല്ലാം മിക്സാക്കിയതിന് ശേഷം അവസാനമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം കേട്ടോ. സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് കൂടിപ്പോകാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത്രയും മസാലകൾ മതി. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ചെറിയ പീസസ് അല്ലേ നമ്മൾ ചിക്കൻ കട്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആ ചിക്കൻ ഒന്ന് വേവേണ്ട ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് കുക്കായി വന്നതെന്ന് തോന്നുമ്പോൾ നിങ്ങൾ എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, കളറും ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേ ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് കോരി മാറ്റാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിൽ കൂടുതലാണെങ്കിൽ കുറച്ചങ്ങ് മാറ്റി കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ മാത്രം മതി കേട്ടോ നമ്മുടെ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കണം. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ വലിയ ക്യൂബ്സായിട്ട് കട്ടാക്കിയിട്ടുണ്ട്. അതുപോലെ എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക്, ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ആ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതൊന്നും കുക്കായി വെന്ത് പോവേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ഒഴിച്ചെടുക്കുക. നമ്മൾ ടൊമാറ്റോ സോസില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ നമ്മുടെ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഈ ചില്ലി ചിക്കൻ ഒന്ന് ഗ്രേവി ആയിട്ട് വരാനായിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് ഒന്ന് കട്ടകളില്ലാണ്ട് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ഗ്ലാസ് നോർമൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം ഒഴിക്കുന്ന വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ്ട് ഇതുപോലെ ഒന്ന് കുറുകി വരാനായിട്ട് തുടങ്ങും. നമ്മൾ കോൺഫ്ലവർ ഒഴിച്ചത് കൊണ്ട് തന്നെ തിക്കായി വരാനായിട്ട് തുടങ്ങും കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ കോൺഫ്ലവർ ചേർത്ത ശേഷം ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് കേട്ടോ. ഒരു തരം കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന രീതിക്കാണ് നിങ്ങൾ ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കൊരു ഗസ്റ്റൊക്കെ വന്നാലും പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ബെറോട്ടയ്ക്കും ചപ്പാത്തിക്കും അല്ലെങ്കിൽ പത്തിരിക്കൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ
എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ആക്കാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാ. താങ്ക് യു. ബൈ.